നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ബോൺ അപ്പറ്റീറ്റ് യുവർ മജസ്റ്റി എന്ന് പറയുന്ന കെ ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിനെ കാത്തുകൊണ്ട് ആ ഗ്രീൻ ഹൗസിൽ നിൽക്കുകയാണ്. അവൻ ഓരോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവളുമായിട്ട് ഒരുമിച്ചുള്ള മൂമെന്റ് ആണ് സ്വപ്നം കാണുന്നത്. ഈ നേരം കൂട്ടുകാരിയും ബാക്കിയുള്ള കുക്കുകളും അടുക്കളയിൽ ഇരിക്കുകയാണ്. ബാക്കിയുള്ള കുക്കുകൾക്ക് പ്രതികരിക്കാൻ പേടിയുണ്ട്. ഇനി അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയാലോ, അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലോ, ആ പേടിയിൽ ബാക്കിയുള്ള ആൾക്കാർ പ്രതികരിക്കാതിരിക്കുമ്പോൾ ഞാൻ പോയി രാജാവിനോട് കാര്യം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി പോവാൻ ഇറങ്ങും. കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ ബാക്കിയുള്ള കുക്കുകൾ വിട്ടുകൊടുക്കത്തില്ല. കുഞ്ഞു കുക്ക് ഓടി വന്ന് കൂട്ടുകാരിയെ പിടിക്കും. ഞാൻ പോയി രാജാവിനോട് പറഞ്ഞോളാന്ന് പറയും. ബാക്കിയുള്ള കുക്കുകൾ ഇത് കണ്ടോണ്ട് നിൽക്കുവോ? ഒരിക്കലും ഇല്ല. പൊക്കം കുറഞ്ഞ കുക്കും വലിയ കുക്കും കുഞ്ഞു കുക്കും പൊക്കം കൂടിയ കുക്കും എല്ലാരും ഇറങ്ങാണ് രാജാവിനോട് കാര്യം പറയാനായിട്ട്. ഇവര് രാജാവിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ മുത്തപ്പൻ അങ്ങോട്ട് വരും. മുത്തപ്പൻ രാജാവിന്റെ അടുത്ത ആളല്ലേ. മുത്തപ്പന്റെ കയ്യിൽ വന്ന് പിടിക്കും കൂട്ടുകാരി. എന്നിട്ട് മുത്തപ്പനോട് കാര്യം പറയും കരഞ്ഞുകൊണ്ട് തന്നെ. കൂട്ടുകാരി ഒരുപാട് പേടിച്ചു പോയി. അതുപോലെ തന്നെ ഒരുപാട് വിഷമായി. വീണ്ടും നമ്മുടെ ഹീറോനെ കാണിക്കുകയാണെങ്കിൽ അവൻ ആ ഗ്രീൻ ഹൗസിൽ നിന്നിട്ട് അവളെ പറ്റി ആലോചിക്കുകയാണ്. അവൾക്ക് കൊടുക്കാനായിട്ട് മുളക് പൊടി കൊണ്ടുവന്നിട്ടുണ്ട് 2-3 ചാക്ക്. അവൾക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാവെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ അന്ന് അവൾ വീഴാൻ പോയപ്പോൾ പിടിച്ചില്ലേ, ആ പൊസിഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കും അവൾ ഒന്നും കൂടെ പിടിക്കാനായിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും മുത്തപ്പൻ അകത്തോട്ട് കയറി വരുന്നത്. രാജാവ് പെട്ടെന്ന് തന്നെ സാധാരണ രീതിയിൽ നിൽക്കും. മുത്തപ്പൻ വന്നിട്ട് കാര്യം പറയും. ഇതറിഞ്ഞ രാജാവ് ആകെ ദേഷ്യം വന്നിട്ട് ഹീറോയിനെ എവിടാണോ അടച്ചിട്ടേക്കുന്നത് അവിടെ ചെല്ലും. അവൾ ഒരു കൂട്ടിൽ അടച്ചിട്ടേക്കാണ്. അവൾ ആദ്യം ഇവിടെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയാണോ കൂട്ടിൽ അടച്ചിട്ടത് അതുപോലെ അടച്ചിട്ടേക്കാണ്. ഹീറോയ്ക്ക് ഹീറോയിന്റെ ആ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവൻ ഒരിക്കലും വിചാരിച്ചതല്ല. അവൻ ഇത് അറിഞ്ഞിട്ടുമില്ല. അവൻ വന്നിട്ട് ഇത് തുറക്കാനായിട്ട് ചാവി ചോദിക്കും. എന്നാൽ അവിടുത്തെ പട്ടാളക്കാരുടെ ഇത് തുറക്കാനായിട്ടുള്ള ചാവിയില്ല. ഇത് ആ പയ്യന്റെ അമ്മ എടുത്തോണ്ട് പോയി. അമ്മയുടെ ആ ചാവിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് തുറക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ അടിയാളിനോട് ഇത് തല്ലി പൊളിക്കാൻ പറയും. ചാവി ഇല്ലെങ്കിൽ പൂട്ടടിച്ച് പൊളിച്ചിട്ട് നമുക്കിത് തുറക്കാന്ന്. അപ്പോഴായിരിക്കും ദൂരെന്ന് ആ പയ്യന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ഹീറോന്റെ ചേച്ചിയാണ്, കസിൻ ചേച്ചിയാണ്. ഈ പഴയ രാജാക്കന്മാർക്ക് 2, 3, 4 ഭാര്യമാരൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ബന്ധമുണ്ട്. എന്നോട് ചോദിക്കില്ല അതൊന്നും. എനിക്കതൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇവിടെ കുടുംബക്കാർക്ക് 2, 3 സഹോദരികൾ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ ഇതിനകത്തൊന്നും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് അല്ലെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ? അതായത് ഈ വലിയച്ഛൻ ചെറിയച്ഛൻ എന്നൊക്കെ പറയത്തില്ലേ, കുടുംബത്തിൽ അകന്ന ബന്ധുക്കളുണ്ടെങ്കിൽ എനിക്ക് എവരെ ഒന്നും തിരിച്ചറിയത്തില്ല. ഞാൻ എല്ലാവരെയും അങ്കിൾ മാമ എന്നാ വിളിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ ഒറ്റ ടൈമേ ഉള്ളൂ അങ്കിൾ എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മാമ എന്ന് വിളിക്കുന്നത്. എല്ലാവരോടും ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവാറില്ല. ഈ കൊച്ചച്ഛനും വലിയച്ഛനും എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്വന്തം ചേട്ടനോ അനിയനോ അല്ല, കസിൻസ് ആണ്. ഓക്കെ, നമുക്ക് വീണ്ടും കഥയിലോട്ട് പോയാലോ. ഇപ്പൊ ആ ലേഡി അങ്ങോട്ട് വന്നിട്ട്, ഹീറോന്റെ ചേച്ചി അങ്ങോട്ട് വന്നിട്ട് ഹീറോനോട് ചൂടാവാൻ തുടങ്ങും. നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്, നിന്റെ കുക്ക് കാരണമാണെന്ന്. എന്നാൽ ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ ചേച്ചി പറയും എല്ലാത്തിനും കാരണം നീയാണ്. നിനക്ക് എന്റെ മോനോട് കുശുമ്പാണ്. അടുത്ത രാജാവേണ്ടത് അവനല്ലേ. അതുകൊണ്ടല്ലേ നീ മനഃപൂർവ്വം അവളോട് കൂടെ ചേർന്നിട്ട് എന്റെ മോനെ കൊല്ലാൻ നോക്കിയതെന്ന്. എന്നാൽ ഹീറോ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. സ്വന്തം അനിയനെ അല്ലെങ്കിൽ കസിൻ അനിയനെ അവൻ കൊല്ലാൻ നോക്കുവോ? ഒരിക്കലും ഇല്ല. ഹീറോ ഇത് കേട്ട് ഞെട്ടും. ആകെ ദേഷ്യം വന്നിട്ട് അവന്റെ വാളെടുക്കും ചേച്ചിയുടെ കഴുത്തിറക്കാനായിട്ട്. ചേച്ചി പ്രതികരിക്കുന്നൊന്നുമില്ല. മോൻ വയ്യാതെ കിടക്കൂല്ലേ, അതുകൊണ്ട് തന്നെ കൊല്ലടാന്ന് പറഞ്ഞു നിപ്പുണ്ട്. ഹീറോ ദേഷ്യം വന്നിട്ട് വാളെടുത്ത് വെട്ടാൻ നിൽക്കുമ്പോൾ തന്നെ ഹീറോയും വിളിച്ച് പറയും രാജാവെ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ ചെയ്താൽ ഭയങ്കര വലിയ പ്രശ്നമായിട്ട് മാറും. ഹിസ്റ്ററി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊലയായിട്ട് മാറും. ഈ രാജകൊട്ടാരം മൊത്തം ചോരക്കളായി മാറും. ഹീറോയും കുറച്ച് ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനൊരു പ്രശ്നം കാരണം ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അതിൽ ഈ രാജകൊട്ടാരം മൊത്തം ചോരക്കള ആയായിരുന്നു. അതിനെപ്പറ്റി ഹീറോയിൻ അറിയാം. അതുകൊണ്ടാണ് ഹീറോയിൻ വിളിച്ചു പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഹീറോയ്ക്ക് വെട്ടണമെന്നുണ്ട്. ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഹീറോയിൻ അവനെ സമാധാനപ്പെടുത്തും. വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഹീറോയിൻ ഇത് പറയുന്ന നേരത്തുണ്ടല്ലോ ഈ ചേച്ചിയുടെ അടിയാൾക്കാരോട് കൂട് മറയ്ക്കാൻ പറയും ഹീറോയിനെ കാണാതിരിക്കാനായിട്ട്. അവര് വന്ന് മറയ്ക്കാൻ തുടക്കും. എന്നാൽ ഹീറോയിൻ വീണ്ടും ഹീറോയിനെ സമാധാനപ്പെടുത്തും. വേണ്ട, ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ എനിക്ക് തന്നെ അത് ദോഷമായിട്ട് മാറും. നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ എവിഡൻസ് ഒപ്പിച്ച് എന്നെ പുറത്തിറക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സഹായം. ഇത് കേൾക്കുമ്പോൾ ഹീറോ അത് സത്യമാണെന്ന് കരുതി അവൻ ആകെ തളർന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കത്തി തറയിലിടും. അവന് ചേച്ചിയെ കൊല്ലാനുള്ള മനസ്സില്ല. ചേച്ചിയോട് ചാവി ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിനെ തുറന്നുവിടാൻ വേറെ നിവർത്തിയില്ല. ചേച്ചി പറയാതെ ഇനി ഹീറോയിനെ പുറത്തിറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോ ചേച്ചിയോട് പറയും ഞാൻ നീ രക്തബന്ധുക്കളായിരിക്കാം എന്നും പറഞ്ഞ് ഞാൻ രാജസ്ഥാനത്തിന് വേണ്ടി നിന്റെ മോനെ കൊല്ലാനൊന്നും നോക്കത്തില്ല. ഇതിൽ എനിക്ക് യാതൊരു ബന്ധമില്ല. അതുപോലെ തന്നെ എന്റെ കുക്കിനും ബന്ധമില്ല. നീ വേണ്ടാത്ത രീതിയിലൊന്നും ചിന്തിക്കാൻ പാടില്ല. സത്യം തെളിയുന്നത് വരെ നീ ഹീറോയിനെ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ ഈ രാജകൊട്ടാരം ഒരു ചോരക്കളാക്കി മാറ്റും. ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യം വന്ന ചേച്ചി അവിടെ നിന്ന് മാറിപ്പോകും. ഹീറോയിന്റെ അടുത്ത് ഓടി വരും. അവൾ ആ കൂട്ടിൽ അവശതയായി കിടക്കുകയല്ലേ. ഹീറോയിന്റെ ആ അവസ്ഥ അവന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അവൻ രാജാവാണെന്നുള്ള കാര്യം പോലും മറന്നുപോയിട്ട് അവളുടെ അടുത്ത് പോയി ഇരിക്കാൻ തുടങ്ങും. ആ തറയിൽ ഇരിക്കാൻ തുടങ്ങും. അങ്ങനെ രാജാവ് ഇരിക്കാൻ പാടില്ല. പക്ഷെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് വേണ്ടിയല്ലേ, അത് സാരമില്ല. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശിയോട് ഒരു
അപ്പൂപ്പൻ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിക്കും അപ്പൂപ്പനും ഒരു പേടി പോലെ. ഇനി ഹീറോന്റെ അമ്മയുടെ കൊലപാതകത്തിനെ പറ്റി അറിഞ്ഞിട്ടാണോ ആ മോനെ കൊല്ലാൻ നോക്കിയതെന്ന്. എന്നാലും മുത്തശ്ശിക്ക് ഉറപ്പായിട്ടും അറിയാം ഹീറോ അമ്മേന്റെ കൊലപാതകത്തിനെ പറ്റി അറിഞ്ഞിട്ടില്ല. അവൻ അതിനെപ്പറ്റി ചെക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അതിനെപ്പറ്റി അവന് കിട്ടിയിട്ടില്ല. ഹീറോന്റെ അമ്മയുടെ കൊലപാതകമായിട്ട് രാജകൊട്ടാരത്തിലുള്ള ആൾക്കാർക്ക് ബന്ധമുണ്ട്. ആർക്കൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ മുത്തശ്ശിക്കും ഈ അപ്പൂപ്പന് ബന്ധമുണ്ട്. എന്തൊക്കെയോ ബന്ധമുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇനി അതുകൊണ്ട് ഹീറോ ആ പയ്യനെ കൊല്ലാൻ നോക്കിയതാണോ എന്ന് മുത്തശ്ശിയോട് ഡൗട്ടായിട്ട് ഈ അപ്പൂപ്പൻ പറയും. എന്നാൽ ഹീറോ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. അവൻ വിഷം വെച്ച് ആരെയും ഉപദ്രവിക്കാറില്ല. എന്തേലും അവന് തോന്നിയാൽ അവൻ ഡയറക്റ്റ് വാള് വെച്ച് യുദ്ധം ചെയ്യാറുള്ളൂ. അതുമല്ല, ഒരാളോടുള്ള ദേഷ്യത്തില് അവരുടെ മക്കളോടൊന്നും ഹീറോ ഒരിക്കലും പ്രതികാരം ചെയ്യാറില്ല. മുത്തശ്ശിക്ക് ഹീറോനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഹീറോ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് അപ്പൂപ്പനോട് പറയും. പക്ഷേ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നേട്ടം കിട്ടാൻ പോകുന്നത് ഗ്രാൻഡ് പ്രിൻസ് ആയിട്ടുള്ള അങ്കിളിനാണ്. അത് മുത്തശ്ശിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനോട് പറയും അങ്കിളിന് ഇതിൽ എന്തോ പങ്കുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന്. മുത്തശ്ശിക്ക് ഡൗട്ട് അങ്കിളിനെയാണ്. കാരണം അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. മണ്ടനെ പോലെ പെരുമാറുമെങ്കിലും രാജസ്ഥാനെ അടിച്ചെടുക്കാനായിട്ട് ഒരുപാട് ആശിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഈ അങ്കിളിനെ കാണിക്കുകയാണ്. അങ്കിളും അങ്കിളിന്റെ കൂട്ടാളികളും കൂടെ വേറെ കുറെ അപ്പൂപ്പന്മാരാണ്. ഇവന്മാരെല്ലാം ഭയങ്കര കുരുട്ടുബുദ്ധിയുള്ള ആൾക്കാരാണ്. ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് പ്ലാൻ ഇടും. ഹീറോന്റെ അമ്മയുടെ കൊലപാതകത്തിനെ പറ്റി ഹീറോ അറിയുകയാണെങ്കിൽ രാജകൊട്ടാരം മൊത്തം ചോരക്കളായി മാറും. രാജകൊട്ടാരത്തിലുള്ള പല ആൾക്കാർക്കും ഹീറോന്റെ അമ്മയുടെ കൊലപാതകമായിട്ട് ബന്ധമുണ്ട്. അതെങ്ങാണ് ഹീറോ അറിയുകയാണെങ്കിൽ കൂടെ ഉള്ള ആൾക്കാരെ തന്നെ അവൻ ഉപദ്രവിക്കും. പിന്നെ ഏതോ ഒരു ഫാമിലി ആയിട്ട് ബന്ധമുണ്ട്. ആ ഫാമിലി ഹീറോ കൊല്ലാൻ തുനിയും. അതൊരു അവസരമാക്കിക്കൊണ്ട് ഇവിടെ ഉള്ള എല്ലാ കൂട്ടിയാളികൾക്കും കൂടെ ഒത്തുചേർന്ന് ഹീറോനെതിരെ തിരിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹീറോനെ കൊന്നു കളഞ്ഞിട്ട് അവർക്ക് രാജസ്ഥാനത്ത് കയറാം. രാജാവിനെ കൊന്നു കളഞ്ഞിട്ട് അതിനുവേണ്ടി ഇവർ പ്ലാൻ ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് ഒരു ചോരക്കളം ഉണ്ടാക്കി ഇവർക്ക് രാജസ്ഥാനത്ത് കയറണമെന്ന്. വീണ്ടും നമ്മുടെ ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോ ആകെ വിഷമിച്ച് അവന്റെ റൂമിൽ വന്നിരുന്ന് കുടിക്കാൻ തുടങ്ങും. കൂടെ തന്നെ സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറിയോട് കസിൻ ബ്രദർ ഇവിടെ വന്നതിന് ശേഷം ആരെയൊക്കെ കണ്ടോ, അവൻ എന്തൊക്കെ കഴിച്ചോ അതിന്റെ മൊത്തം റിപ്പോർട്ട് എനിക്ക് വേണമെന്ന് പറയും. ഹീറോയിന്റെ ഫുഡ് കഴിച്ചിട്ട് വേറെ ആർക്കും കുഴപ്പമില്ല. ആകെ പ്രശ്നം ആ പയ്യന് മാത്രമാണ്. അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ. നമുക്കറിയാം എന്താ പ്രശ്നമെന്ന്. പക്ഷെ എവർക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കെൽപ്പില്ലല്ലോ. നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം നമ്മളിത് റിയൽ ടൈം ആയിട്ട് വാച്ച് ചെയ്യുമല്ലേ. ഈ സമയം ഹീറോയിൻ വിഷമിച്ച് കൂട്ടിലിരിപ്പുണ്ട്. അവൾക്ക് വീട്ടിൽ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇത്രയും അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു വിഷമത്തിൽ അവള് വിഷമിച്ച് കൂടില് അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഹീറോനെ കാണുകയാണെങ്കിൽ അവൻ കുറെ ബുക്കും വേറെ കുറെ പേപ്പറൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങും. ഫുഡ് പോയ്സനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ആ പയ്യന് മാത്രം ഫുഡ് പോയ്സൺ അടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിറ്റേന്ന് സെക്രട്ടറി അടുക്കളയിൽ വന്നിട്ട് അവിടുത്തെ പാചകക്കാരോട് ചോദിക്കും, നിങ്ങൾ ആ ഫുഡ് കഴിച്ചായിരുന്നോ? ആ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അവർ കട്ടും മോട്ടിച്ചും തിന്നായിരുന്നു ഹീറോയിൻ ഉണ്ടാക്കിയത്, അത്രയും ടേസ്റ്റ് കാരണം. എന്നാൽ അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ആ പയ്യന് മാത്രമേ പ്രശ്നമുള്ളൂ. സെക്രട്ടറിക്ക് ആകെ ഡൗട്ട് അടിക്കുകയാണ്. സെക്രട്ടറി നേരെ വന്ന് ഹീറോനോട് കാര്യം പറയും. ഹീറോനും കുഴപ്പമില്ല, അവന് ഫുഡ് കഴിച്ചില്ലേ. ആ പയ്യന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച ആളാണ്. ഹീറോയ്ക്കും ആകെ ഡൗട്ട്, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ആ പയ്യന് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം വന്നത്? ഹീറോയ്ക്ക് ഹീറോയിന് ഒരുപാട് വിശ്വാസമാണ്. എന്തൊക്കെ വന്നാലും അവൻ അവളെ തള്ളി പറയത്തില്ല. അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ലാന്ന് അവന് നന്നായിട്ട് അറിയാം. ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ആ പയ്യനെ പോയി കാണാന്ന് ഹീറോയും സെക്രട്ടറിയും തീരുമാനിക്കും. ഹീറോ നേരെ ആ പയ്യനെ ചെന്ന് കാണും. ആ പയ്യൻ അവിടെ വയ്യാതെ കിടക്കാണ്. ആ അമ്മ തൊട്ടടുത്തിരുന്ന് കരയുന്നുണ്ട്. ആ അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ അവർക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല. ഒരു എവിഡൻസ് ഇല്ലാതെയാണ് ഒരാളെ ഉപദ്രവിക്കുന്നത്. പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ പറയാ, എനിക്ക് ഇതിന്റെ ഉത്തരം അറിയത്തില്ല. ഹീറോ അകത്ത് കയറി വന്ന് വൈദ്യനോട് കാര്യം തിരക്കും. വൈദ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. ഡോക്ടർ ആ കുട്ടിയുടെ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കും. ഇത്തിരി സീരിയസ് ആണ്. ഈ വൈദ്യൻ കൈ ഒഴിഞ്ഞു കഴിഞ്ഞു. ആ പയ്യൻ രക്ഷപ്പെടുവോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഹീറോ വീണ്ടും ആ റൂം പരതുമ്പോ ഈ പയ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമെന്ന് പരതുമ്പോ അവിടെ കുറച്ച് മരുന്നിരിപ്പുണ്ട് പാക്കറ്റിലാക്കിയിട്ട്. അത് കൊടുത്തയച്ചതാവട്ടെ അങ്കിളാണ്. ഗ്രാൻഡ് പ്രിൻസ് ഇല്ലേ, അയാളാണ് കൊടുത്തയച്ചത്. ഈ പയ്യന്റെ ആരോഗ്യം നന്നായിട്ടിരിക്കാനായിട്ട് മരുന്ന് കഴിക്കാറുണ്ട്. ആ മരുന്നാണ് അവിടെ ഇരിക്കുന്നത്. അത് കാണുമ്പോഴേ ഹീറോയ്ക്ക് ഡൗട്ട് ആവും. മുത്തപ്പനോട് അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുക്കാൻ പറയും. ആ പാക്കറ്റിൽ തന്നെയാണ് പ്രശ്നമുള്ളത്. അത് നമുക്കറിയാം. അത് എടുത്തോണ്ട് പോകുമ്പോൾ അമ്മ ചൂടാവാൻ തുടങ്ങും. ചേച്ചി ചൂടാവാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്വന്തം അങ്കിളിനെ വിശ്വാസമില്ലേ? എന്നിട്ടാണോ ആ ചീഫ് കുക്കിന് വിശ്വാസമുള്ളത്? ഹീറോയിനെ കുറെ തെറിയും പറയും. ഹീറോ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്കിളിനെ കാട്ടിയും വിശ്വാസമുണ്ട് ഹീറോയ്ക്ക് ഹീറോയിനോട്. അവനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, അത് ഹീറോയിനാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിന്നീന്ന് കുത്താൻ നിൽക്കുന്ന ആൾക്കാരാണ്. ചില സമയത്തൊക്കെ അത് അങ്ങനെയാണ്. ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ചേച്ചി അവിടെ തകർന്നിരുന്നു പോകും. സ്വന്തം മോനല്ലേ അവിടെ കിടക്കുന്നത്. ഈ അവസ്ഥ ആരും കാണാൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു അടിയാൾ കയറി വരുന്നത്. മുത്തശ്ശിയുടെ അടിയാളാണ്. അവര് വന്ന് ഹീറോയിനെ ഇട്ടേക്കുന്ന കൂട്ടിന്റെ ചാവി ചോദിക്കും. എന്നാൽ ഈ അമ്മയ്ക്ക് കൊടുക്കാൻ താല്പര്യമില്ല. മുത്തശ്ശി ചോദിച്ചത് കൊണ്ട് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ. അവർ അധികാരമുള്ള ആളാണ്. പിന്നീട് ഹീറോ പുറത്തൂടെ അവന്റെ റൂമിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഹീറോ മുത്തപ്പനോട് ഹീറോയിനെ പറ്റി തിരക്കും. മുത്തപ്പൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ വിട്ട് ഹീറോയിൻ എങ്ങനെയാണ്, അവിടെ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. അവിടെ സുഖമാണോ എന്നല്ല, അവൾക്ക് കുഴപ്പമുണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടും. അങ്ങനെ ആൾക്കാർ
ആൾക്കാർ പോയി അന്വേഷിച്ചിട്ട് മുത്തപ്പനോട് വന്ന് കാര്യം പറയും. മുത്തപ്പ ചോദിക്കും, രാജാവ് എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഹീറോയിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം അതുപോലത്തെ ഒരു കൂട്ടിലല്ലായിരുന്നു ഇട്ടിരുന്നതെന്ന്. ഹീറോയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, അവളെ ദ്രോഹിക്കാൻ അവന് മനസ്സില്ല. പക്ഷെ ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇത് കണക്കത്തെ തണുപ്പുള്ള ഒരു കൂട്ടിലല്ലേ ഇട്ടത്. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പൊ അവന് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവന് ഒരുപാട് ഇഷ്ടമാണ്. മുത്തപ്പനോട് പറയും അത് അന്നല്ലേ, ഇപ്പൊ അങ്ങനല്ല എന്ന് പറയും. ഈ സമയം ഹീറോയിൻ അവളുടെ കൂട്ടിൽ കിടക്കുകയാണ്. അവൾക്ക് വീട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവളുടെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവളുടെ വീട് മിസ് ചെയ്യുന്നുണ്ട്. ആകെ വിഷമത്തിലാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ട് മുത്തശ്ശി വരുന്നത്. ഹീറോയിനെ കാണാനായിട്ട് വന്നതാണ്. മുത്തശ്ശി വന്ന് ഹീറോയിനോട് നീയാണോ ആ പയ്യനെ ഉപദ്രവിക്കാൻ നോക്കിയെന്ന് ചോദിക്കും. എന്നാൽ ഹീറോയിൻ തറപ്പിച്ച് പറയും അല്ല, ഞാനല്ല എന്ന്. മുത്തശ്ശി ഹീറോയിനോട് രാജാവ് വന്ന് നിന്നെ റിലീസ് ചെയ്യാൻ നോക്കിയാൽ അത് വീണ്ടും രാജകൊട്ടാരത്തിൽ ആൾക്കാർ അതും ഇതും പറയാനായിട്ട് ഇടയാവും. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നേക്കാണ്. ഞാൻ നിനക്ക് 3 ദിവസം സമയം തരാം. അതിനുള്ളിൽ നീ എവിഡൻസ് കണ്ടുപിടിക്കണം. ഇനി അതിപ്പോ കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ സ്വന്തമായിട്ട് ചാവണം എന്നും പറഞ്ഞ ഒരു കത്തിയെടുത്ത് അവൾക്ക് എറിഞ്ഞു കൊടുക്കും. ഹീറോയിൻ ഇനി 3 ദിവസമേ സമയമുള്ളൂ. അതിനുള്ളിൽ അവൾ എവിഡൻസ് കണ്ടുപിടിക്കണം. ഇതാരാണോ ചെയ്തത് അവരെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അവളെ എന്തായാലും കൊന്നുകളയും. അവൾ സ്വന്തമായിട്ട് കത്തി കുത്തി ഇറക്കി മരിക്കണം. അതാണ് മുത്തശ്ശിയുടെ ആവശ്യം. ഹീറോയിനും അതിന് സമ്മതിക്കും. ഹീറോയിൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുക്കളയിൽ ചെല്ലും. അവളുടെ യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുള്ള കുക്കുകളൊക്കെ അവളെ കണ്ടിട്ട് ആകെ സന്തോഷമാവും. അവരെല്ലാം തുള്ളി ചാടാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴാ ഇറങ്ങി, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട്. ഹീറോയിൻ ഇപ്പൊ ഇത് പറയാനുള്ള സമയമല്ല, രാജാവ് ഫുഡ് കഴിച്ചോ, രാജാവിന്റെ ഫുഡ് നമുക്ക് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് എടുത്ത് രാജാവിനെ കാണാൻ ചെല്ലും. എന്നാൽ രാജാവ് അകത്തിരുന്ന് ഹീറോയിൻ എങ്ങനെ പുറത്തിറക്കാന്ന് പഠിക്കുകയാണ്. അതിനുള്ള എവിഡൻസ് സംഘടിപ്പിക്കുകയാണ്. ഹീറോന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന ആ ലേഡി ഉണ്ടല്ലോ, അവര് വിളിച്ചു പറയും രാജാവേ ഫുഡ് വന്നിട്ടുണ്ടെന്ന്. എന്നാൽ ഹീറോ വേണ്ടാന്ന് പറയും. ഹീറോയും വിളിച്ചു പറയും ഞാനാണ് ഫുഡ് കൊണ്ടുവന്നതെന്ന്. ഹീറോയ്ക്ക് ഇത് കേട്ട ഉടനെ ഭയങ്കര സന്തോഷം. ഹീറോ ചാടി ഇറങ്ങി ഹീറോയിന്റെ കയ്യിൽ പിടിക്കും. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മാറി നിൽക്കും. ഹീറോയിനെയും പിടിച്ച് ആ റൂമിൽ വന്ന് അവളെ കെട്ടിപ്പിടിക്കും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. മറ്റേ ആ ടേസ്റ്റ് നോക്കുന്ന ലേഡി ഇത് കാണുന്നുണ്ട്, എന്നാലും മിണ്ടാതെ മാറി നിൽക്കുകയാണ്. ഹീറോയിനോട് മുത്തശ്ശി പറഞ്ഞില്ലായിരുന്നോ രാജകൊട്ടാരം മൊത്തം ആൾക്കാർ അതും ഇതും പറയുകയാണ് കുക്കും രാജാവുമായിട്ട് ബന്ധമുണ്ടെന്ന്. അത് ആലോചിച്ചിട്ട് രാജാവിനെ തള്ളി മാറ്റും. എന്റെ അനുവാദം ഇല്ലാതെ എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും പാടില്ല എന്ന് പറയും. പക്ഷെ രാജാവ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹീറോയിനെ ചേർത്ത് പിടിച്ചിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കും. ഈ ഉമ്മ നിനക്ക് തരുന്നതാണ്, ഞാനായിട്ടുള്ള ഞാൻ നീയായിട്ടുള്ള നിനക്ക് തരുന്നതാണെന്ന്. രാജാവ് കുക്കിന് കൊടുക്കുന്നതല്ല, പകരം അവൻ ഇഷ്ടപ്പെട്ട് അവൾക്ക് കൊടുക്കുന്നതാണെന്ന്. ഹീറോയിൻ ഇത് കേട്ട് ഞെട്ടും. ഇതിനർത്ഥം എന്താ? ഹീറോയിനോട് അവന്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടൊരു ഫുഡ് കഴിക്കാനായിട്ടിരിക്കും. ഹീറോയിന്റെ മുഖത്ത് കുറെ അടിപ്പാടുകളൊക്കെ ഉണ്ട്, മറ്റേ നാറികൾ ഉപദ്രവിച്ചതാണ്. എന്തായാലും ഹീറോ ആ ഫുഡ് കഴിക്കും. അത് കഴിച്ച ഉടനെ അവന് പകുതി ജീവൻ വീഴും. ഹീറോയിനോട് നീ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് ചോദിക്കും. ഹീറോയിൻ കാര്യം പറയും. മുത്തശ്ശി 3 ദിവസം തന്നു, ഇനി അതിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തമായിട്ട് കുത്തി ചത്തോണമെന്ന് പറഞ്ഞ് ആ കത്തി എടുത്ത് കാണിക്കും. ഹീറോ ടെൻഷനായിട്ട് ആ കത്തി വാങ്ങിച്ച് അവന്റെ പോക്കറ്റിലിടും. ഹീറോയിന് കൊടുക്കത്തില്ല. ഹീറോയിനോട് ഹീറോയിൻ പറയും ഇനി നിങ്ങൾക്ക് തോന്നുന്ന കണക്കെന്നെ പിടിക്കാനോ ഉമ്മ വയ്ക്കാനൊന്നും വരാൻ പാടില്ല. അത് രാജകൊട്ടാരത്തിൽ ഓരോ ആൾക്കാരും അതും ഇതും പറയാണ്, മുത്തശ്ശി എന്നോട് അങ്ങനെയൊന്നും കേൾപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഹീറോ പറയും എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ടെന്ന് നീ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം, എന്നാ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളാന്ന്. ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാം കളി തമാശയായിട്ട് എടുക്കുകയാണ്. മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞോളാം, നിന്നെ ആരും കൊല്ലാൻ പോകുന്നില്ല എന്ന്. മുത്തശ്ശിയുടെ വാക്കിനൊന്നും ഒരു വിലയില്ല ഹീറോന്റെ മുമ്പില്. ഹീറോ പറയും തൽക്കാലത്തേക്ക് നീ ഈ സൂപ്പ് കൂടി, പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവളുടെ കയ്യിൽ സൂപ്പ് വെച്ചു കൊടുക്കും. അവളും വേറെ വഴിയില്ലാതെ കഴിക്കും. അത് കഴിച്ചു നോക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ ഫുഡ് ഹീറോയിൻ അല്ല ഉണ്ടാക്കിയത്, പകരം ആ കുക്കുകളാണ്. അവർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹീറോയിൻ എന്തുമാത്രം നന്നായിട്ടാണോ ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു 70% നന്നായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഹീറോയിന്റെ അത്രയും വന്നില്ലെങ്കിലും അവളിൽ നിന്ന് കുറെ അവർ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല ടേസ്റ്റോടെ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഹീറോയിനെ റിലീസ് ചെയ്തു എന്നുള്ള കാര്യം രാജകുമാരിയുടെ അടിയാളത്തി വന്ന് രാജകുമാരിയോട് പറയും. രാജകുമാരിയും അടിയാളത്തിക്ക് സന്തോഷം. ഹീറോയിൻ ഇനി 3 ദിവസം കൂടുതൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ളിൽ എവിഡൻസ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഹീറോയിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവളെ കൊന്നുകളയും. ആ ഒരു സന്തോഷം അവർക്കുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുമായിരിക്കും. പിന്നീട് മുത്തശ്ശീനെയും അതുപോലെ മറ്റേ അപ്പൂപ്പനെയും കാണിക്കുകയാണ്. ഇവര് തമ്മിൽ എന്തൊക്കെയോ ഡിസ്കഷൻ ഉണ്ട്. ഹീറോന്റെ അമ്മയായിട്ടുള്ള മരണത്തിൽ ഇവർക്ക് ബന്ധമുണ്ടല്ലോ, അതുപോലെ തന്നെ ഹീറോയ്ക്ക് എന്തൊക്കെയോ അവരെ പറ്റി അറിയാം. നമുക്ക് എന്തായാലും ഇതൊന്നും ഇപ്പൊ അറിയത്തില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ മനസ്സിലാകത്തുള്ളൂ. ഇവര് തമ്മിൽ എന്തോ ഒരു ഫാമിലിയുടെ കാര്യമാണ് പറയുന്നത്. ഹീറോ ആ ഫാമിലിയെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ ഫാമിലിക്ക് ഹീറോന്റെ അമ്മയുടെ മരണമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് അത് അറിയാമോന്ന് അറിയില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഹീറോയിൻ എവിഡൻസ് കണ്ടുപിടിക്കട്ടെന്ന് മുത്തശ്ശി അയാളോട് പറയും, അതായത് അപ്പൂപ്പനോട്. പിറ്റേന്നോട്ട് ഹീറോയിനും ഒരുമിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. ഇനി 3 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള എവിഡൻസ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കാൻ തുടങ്ങും. ഇവർ കഷ്ടപ്പെട്ട് ഓരോ ബുക്ക് നോക്കിയും പിന്നെ പേപ്പർ നോക്കിയും പഠിക്കാൻ തുടങ്ങുകയാണ്. എന്തൊക്കെ കാരണം ഫുഡ് പോയ്സൺ വരാം, അല്ലെങ്കിൽ ആ പയ്യന് വേറെന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. രാത്രിയാകുമ്പോൾ ഹീറോ വൈദ്യനെ വന്ന് കാണും. വൈദ്യനെ വന്ന് കണ്ടിട്ട് ആ പയ്യന്റെ റൂമിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്നില്ലായിരുന്നോ, അങ്കിള് കൊടുത്തതാന്ന് പറഞ്ഞിട്ട്. ആ മരുന്ന് അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ മരുന്നിനെ പറ്റി വൈദ്യനോട് പറയും. അതിങ്ങനെ ഒരു ടേസ്റ്റ് ആണ്, എന്തോ ഒരു പുളിപ്പ് അല്ലെങ്കിൽ ഒരു ചവർപ്പ് അനുഭവപ്പെട്ടെന്ന്. എന്നാൽ അങ്ങനത്തെ മരുന്നിന് അത് സ്വാഭാവികമാണെന്ന് വൈദ്യം പറയും. പക്ഷെ ഹീറോയ്ക്ക് അത് നോർമൽ ആയിട്ട് തോന്നുന്നില്ല, എന്തൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ വൈദ്യം പറഞ്ഞ അവർക്കല്ലേ കൂടുതൽ അറിവ്, അതുകൊണ്ട് തന്നെ ഹീറോ തർക്കിക്കാൻ
ചിന്തിക്കാനൊന്നും നിന്നില്ല. പിറ്റേ ദിവസം ആവുകയാണ്. ഇന്ന് ഇൻവെസ്റ്റിഗേഷന്റെ 2ാം ദിവസമാണ്. ഹീറോയിന് ഇനി 2 ദിവസം കൂടെ ബാക്കിയുണ്ട്. ഇതിപ്പോ 2ാം ദിവസം. ഹീറോയും ആ കേസിനെ പറ്റി അല്ലെങ്കിൽ എവിഡൻസിനെ പറ്റി അന്വേഷിച്ച് ആ റൂമിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകും. രാവിലെ ആകുമ്പോൾ മുത്തപ്പൻ രാജാവിനെ വന്ന് വിളിയും. രാജാവിന്റെ തൊട്ടടുത്ത് തന്നെ ഹീറോയിനും കിടപ്പുണ്ട്. രാജാവ് എണീറ്റിട്ട് മുത്തപ്പനോട് പതിയെ സംസാരിക്കുക, അവള് കേൾക്കാൻ പാടില്ല, അവളുടെ ഉറക്കം കളയാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ മുത്തപ്പൻ പതിയാണ് സംസാരിക്കുന്നത്. ആ മുത്തപ്പൻ വന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ആ പയ്യന്റെ മലം അവര് പരിശോധിച്ചു, എന്നാൽ അതില് അസ്വാഭാവികമായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിലൊരു പ്രശ്നമില്ല. ആ പയ്യൻ വേറൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ല. ഇപ്പൊ അതിലുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. രാത്രിയാകുമ്പോൾ ഹീറോയിൻ അവളുടെ കുടിലിൽ വരും കിടന്നുറങ്ങാനായിട്ട്. അവൾ ആ മരുന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ട്, ഒരു പെട്ടി നിറച്ചുണ്ട്. ഇത് കാണുന്ന കൂട്ടുകാരി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഏതൊക്കെ മരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് തുറന്നു നോക്കും. അതിനകത്തെല്ലാം വില കൂടിയ മരുന്നുകളാണ് ഉള്ളത്. കൂട്ടുകാരി അതിലൊരു മരുന്നെടുക്കും. അത് അങ്കിള് ആ പയ്യന് കൊടുത്ത മരുന്നാണ്. ആ മരുന്നെടുത്ത് മണപ്പിച്ചതോടെ ഈ കൂട്ടുകാരിക്ക് അതിലെന്തോ അസ്വാഭാവിക അനുഭവപ്പെടും. അതിനെന്തോ എലിയുടെ മണമുണ്ട്, അല്ലെങ്കിൽ എലിയുടെ മലത്തിന്റെ മണം ഉണ്ടെന്ന് പറയും. അവൾക്കത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവൾക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ടല്ലോ. അത് ഹീറോയിനോട് പറയും. പക്ഷേ ഇത്രയും കൂടിയ മരുന്നില് അല്ലെങ്കിൽ രാജ കുടുംബത്തിൽ കൊടുക്കുന്ന ആ മരുന്നിൽ എങ്ങനെയാണ് എലിയുടെ ചോർപ്പ് വരുന്നത്? ഒരിക്കലും അത് സംഭവിക്കത്തില്ല എന്ന് ഹീറോയിൻ പറയും. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ ആ പയ്യന്റെ കുടിലിൽ ചെന്ന് അന്വേഷിക്കും. കുടിലല്ല, ചെറിയൊരു വീടാണ്. അവിടുത്തെ പാചകക്കാരോട് ആ പയ്യൻ എന്താണ് കഴിക്കുന്നത്, ആ പയ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്, എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ആ പയ്യൻ കിട്ടുന്നതെല്ലാം കഴിയും. നമ്മുടെ രാജാവിനെ പോലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. ഹീറോയിന് അവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഹീറോയിൻ രാജാവിനെ കാണാനായിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാമോ? രാജാവ് പനിച്ച് വയ്യാണ്ട് അവിടെ കിടക്കുന്നതാണ്. വൈദ്യനും തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഹീറോയിന്റെ പണിക്ക് എന്താ കാരണമെന്ന് അറിയാനായിട്ട് ഹീറോയിൻ വൈദ്യനോട് ചോദിക്കും. എന്നാൽ വൈദ്യൻ പറയുന്നത് ഹീറോ കഴിഞ്ഞ രാത്രി നിന്ന് നേരെ ചൊവ്വേ ഉറങ്ങാതെ പണി എടുത്തത് കൊണ്ട് തന്നെ അവൻ ക്ഷീണിച്ച് കിടക്കുന്നതാണെന്നാണ്. പക്ഷേ ഹീറോയിന് മനസ്സിലോട്ട് എന്തോ കത്തും. അതായത് ഹീറോയ്ക്കും പനിയുണ്ട്, ആ പയ്യനും പനിയുണ്ട്. അങ്ങനെ പനി വരാൻ കാരണമെങ്കിൽ ഇവർ രണ്ടുപേരും എന്തോ പോലെ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടാവണം. സെയിം പോലെയാണ് ചൂടും പനിയും ഉള്ളത്. ഹൈ ടെമ്പറേച്ചറിലാണ് ഫീവർ വന്നിട്ടുള്ളത്. ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ആ ഹെർബൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന്. ആ ഹെർബലിന് എന്തോ ഒരു ചവർപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൂട്ടുകാരിയും ആ ഹെർബലിന് ചവർപ്പുണ്ട്, എലിക്കാട്ടമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അത് മനസ്സിൽ ചിന്തിച്ചിട്ട് വൈദ്യനോട് ചോദിക്കും, അതിനെന്തോ എലിക്കാട്ടത്തിന്റെ മണം ഉണ്ടായിരുന്നു, അതെന്താ അങ്ങനെയെന്ന്. ആ വൈദ്യൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയും, അത് എലിക്കാട്ടമല്ല, പകരം അണ്ണാന്റെ മലമാണെന്ന്. എന്തൊക്കെയാ കേൾക്കുന്നത്? ഇതൊക്കെ കഴിക്കാൻ എടുക്കുവോ? വേറെ രാജ്യത്തുള്ള ആൾക്കാർ ഈ അണ്ണാന്റെ മലം എടുത്തിട്ട് മരുന്നുണ്ടാക്കും. അത് കഴിക്കാൻ പറ്റും, അത് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയും. എന്നാൽ ഹീറോയിനോട് ഹീറോയിൻ പറയും, നിങ്ങൾ കഴിച്ച ചിക്കൻ തന്നെയല്ലേ അവനും കഴിച്ചത്, പിന്നെ അവന് മാത്രം എന്താ പ്രശ്നമെന്ന്. ഇത് കേൾക്കുമ്പോൾ വൈദ്യന് മനസ്സിലോട്ടൊരു കാര്യം കത്തും. അതായത് ആ മരുന്നും ചിക്കനുമായിട്ട് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ചിക്കനും ആ മരുന്നും ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ അത് വിഷമായിട്ട് ആക്ട് ചെയ്യും, അത് വിഷമായിട്ട് മാറും, അത് ശരീരത്തിനെ ബാധിച്ച് ചൂട് കൂടിയ മരണ സാധ്യതയുള്ള പനി വരും. അത് വന്നാൽ മരിച്ചു പോവാം. ഇത് കേൾക്കുന്ന ഹീറോയിൻ ടെൻഷനായിട്ട് ഹീറോയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കും. എന്നാൽ ഹീറോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. മറ്റേ പയ്യന് മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ പയ്യൻ ആദ്യം എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഇതിന് ആന്റിഡോട്ട് ഉണ്ട്, അത് ഈ വൈദ്യൻ കണ്ടുപിടിക്കാന്ന് പറയും. കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഈ വൈദ്യൻ അത് കണ്ടുപിടിക്കാനായിട്ട് പോകും. ഈ പയ്യനെ രക്ഷിക്കാൻ പറ്റും, അതിന് ആന്റിഡോട്ട് ഉണ്ട്. ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചല്ലോ. അതൊരിക്കലും ഫുഡ് കാരണമല്ല, ആ മരുന്ന് കാരണമാണ്. ഹീറോയ്ക്കും ഹീറോയിനും സമാധാനമാവുന്നുണ്ട്. ഹീറോയ്ക്ക് ഇത് വലുതായിട്ട് ബാധിക്കത്തില്ല, കാരണം അവൻ ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അവരെല്ലാം പോയതിനു ശേഷം ഹീറോയ്ക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അവൻ തലയിൽ പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഹീറോനെ കട്ടിൽ കിടത്താനായിട്ട് ഹീറോയിൻ അടുത്ത് ചെല്ലും. ഹീറോയിൻ അടുത്ത് ചെല്ലുമ്പോൾ ഹീറോയിനെ ഹീറോ അടുത്ത് പിടിച്ച് കിടത്തും. അവള് പോവാൻ നോക്കും, എന്നാലും അവൻ വിടത്തില്ല. കുറച്ചു നേരം എന്റെ അടുത്ത് കിടന്നൂടെ എന്ന് ചോദിക്കും. ഹീറോയിൻ പേടിച്ചിട്ട് ആരെങ്കിലും വന്നാലോ ആരെങ്കിലും കണ്ടാലോ പ്രശ്നമാവത്തില്ലേ എന്ന് പറയും. എന്നാലും രാജാവ് വിടത്തില്ല. നീ തൽക്കാലത്ത് ഇവിടെ കിടക്കെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കും. ഈ സമയം സെക്രട്ടറി ഉണ്ടല്ലോ, സെക്രട്ടറി കുറച്ച് ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഈ മരുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സ്ഥലത്ത് ചെല്ലും. രാജകൊട്ടാരത്തിലൊക്കെ മരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണമെന്ന് മുമ്പ് ഒരു സ്ഥലത്ത് വരും. അവിടെ വന്നിട്ടാണ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാജകൊട്ടാരത്തിലോട്ട് വരുന്നത്. അവിടെ വന്നിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. ആ പയ്യൻ ആരാണ് മരുന്ന് ഡെലിവറി ചെയ്തത്, ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അതിന്റെ പിന്നിൽ ഒരു ലേഡിയാണ്. പക്ഷെ ആ ലേഡിയെ കാണാനില്ല. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ ആ ലേഡി എങ്ങോട്ടോ നാട് വിട്ടുപോയി. ഈ കാര്യം വന്ന് സെക്രട്ടറി രാജാവിനോട് പറയും. ഹീറോയിനും അവിടെ തന്നെ ഉണ്ട്. ഹീറോയിന് പേടിയുണ്ട്, ഇന്നാണ് അവളുടെ അവസാന ദിവസം. ഇത് കാണുന്ന ഹീറോ, നീ പേടിക്കണ്ട, ഞാൻ മുത്തശ്ശിയോട് സംസാരിക്കാം, ഇപ്പൊ നീ കുറ്റക്കാരിയെല്ലാം തെളിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ പേടിക്കാതെ വെറുതെ ഇരുന്നൂടെ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഓടിപ്പോയ ആളെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ രാജാവ് എല്ലാവർക്കും ഒരു പണി കൊടുക്കും. ഒരു ഫോട്ടോ കൊടുത്തിട്ട് എല്ലാരോടും കൂടെ ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറയും. മുടിയന്റെ കുറച്ച് ആൾക്കാരും വേറെ കുറെ പട്ടാളക്കാരും കയ്യിലൊരു പോസ്റ്ററും വെച്ച് ആ പെണ്ണിനെ തപ്പിയിറങ്ങും. ഈ മരുന്ന് ഡെലിവറി ചെയ്യുന്നതല്ല, ഈ മരുന്ന് കഴിക്കാൻ നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കുന്ന ആളില്ലേ, അതേപോലെ ഒരാളാണ്. അവരാണ് ഈ മരുന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചത്. ഇത് അണ്ണാന്റെ മല ആണോ എന്നൊന്നും ഇവർക്കാർക്കും അറിയത്തില്ല. ഇതൊക്കെയാണോ കഴിയുന്നത്? ഇത് അറിയാതെയാണ് ഇവർ കയറ്റി
കഴിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും പ്രശ്നമാവും. ഈ സമയം രാജകുമാരിയെ കാണാനായിട്ട് അവളുടെ അടിയാളത്തി വന്നിട്ടുണ്ട്. അടിയാളത്തി വന്നിട്ട് കാര്യം പറയും. നമ്മുടെ പ്ലാൻ എല്ലാം പണി കിട്ടി, ആ പെണ്ണിനെ തപ്പി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ആ പെണ്ണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകണമെന്ന്. രാജകുമാരി കൽപ്പന കൊടുക്കും. അവൾ അങ്ങ് തീർത്തേക്ക് ഇനി ഒരു എവിഡൻസും ബാക്കി വെക്കാൻ പാടില്ല എന്ന്. ഇനി എന്താ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മറ്റേ ഒളിച്ചോടിപ്പോയ പെണ്ണില്ലേ, അതായത് മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ആ പെണ്ണ് ഓടി ഈ അടിയാളത്തിയുടെ അടുത്ത് വരും. അടിയാളത്തി വിളിച്ചു വരുത്തിയതാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവരെ വന്ന് കണ്ടാൽ മതി, ആ പെണ്ണിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുക്കാന്നാണ്. ഈ രാജ്യം കടത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ വെച്ചാണ് ഒരു പണി കിട്ടുന്നത്. അവളുടെ തല നോക്കി ഒരു അടി കൊടുക്കും. കഴുത്തിലടിച്ചിട്ട് മൈക്ക് തറയിലിടും. അത് കഴിഞ്ഞിട്ട് തലയിലുള്ള ഹെയർ ക്ലിപ്പ് വലിച്ചു വരും. ഇത് അടിയാളത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ മറ്റേ തലയിലുള്ള സാധനമൊക്കെ ഊരി മാറ്റിയപ്പോൾ വേറെ രൂപമായി. അതെടുത്ത് ഒറ്റ കുത്താണ്, എന്നാൽ കൊള്ളുന്നില്ല. ആ കയ്യിലിരുന്ന സാധനം തെറിച്ചു പോകും. സൈഡിൽ നിന്ന് നമ്മുടെ മുടിയൻ കല്ലെറിഞ്ഞതാണ്. ആ മൂർച്ചയുള്ള സാധനം കാണുമ്പോഴേ അവന് മനസ്സിലാവും അവന്റെ ചേട്ടത്തിയെ കൊന്നത് ഈ അടിയാളത്തിയാണെന്ന്. മുടിയനെ കണ്ടതോടെ ഇവര് മുടിയനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇവര് സാധാരണ ഒരു സ്ത്രീ അല്ല, ഭയങ്കര സ്കിൽഫുൾ ആണ് കേട്ടോ. ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാണ്. മുടിയൻ ഇച്ചിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മുടിയനെ അവര് മാനസികമായിട്ട് തളർത്തുന്നുണ്ട്. മുടിയൻ അവരോട് ചോദിക്കും, ഇത് രാജാവ് തന്ന കൽപ്പനയാണോ അതോ രാജകുമാരി തന്ന കൽപ്പനയാണോ? എന്റെ ചേട്ടത്തിയെ കൊല്ലാൻ ആരാണ് നിങ്ങൾക്ക് കൽപ്പന തന്നത്? ഇവര് കള്ളം പറയും, രാജാവാണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയും, രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഉപയോഗം കഴിഞ്ഞിട്ട് അവരെ വലിച്ചെറിയുമെന്ന്. ഇത് കേൾക്കുമ്പോൾ മുടിയൻ ആകെ തകർന്നു പോകും. ഈ തകർന്നു നിൽക്കുന്ന സമയത്ത് മുടിയൻ എങ്ങനെയൊക്കെയോ പിടിച്ച് അവന്റെ കഴുത്തിൽ കത്തി വെക്കും. അവന് രക്ഷപ്പെട്ടു പോവാൻ ഇനി പറ്റില്ല. അവൻ അങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോൾ ഇവരൊരു കാര്യം പറയും, നിന്റെ ചേട്ടത്തിയെ കൊന്നത് രാജാവ് ആജ്ഞാപിച്ചിട്ടല്ല, പകരം രാജകുമാരി ആജ്ഞാപിച്ചിട്ടാണ്. നിന്റെ ചേട്ടത്തി രാജകൊട്ടാരത്തിൽ വന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? രാജാവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നോക്കി, രാജാവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റി. അതെന്റെ രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജകുമാരി എനിക്ക് കൽപ്പന തന്നു, അതുകൊണ്ട് തന്നെ ഞാനാണ് നിന്റെ ചേട്ടത്തിയെ കൊന്നത്. ഇത് കേട്ട ഉടനെ മുടിയന് ദേഷ്യം വരും. തറയിൽ ഒരു മുളങ്കമ്പ് കിടപ്പുണ്ടായിരുന്നു, അതും എടുത്തിട്ട് മാറി അവളുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കും. ആ അടിയിൽ അവളുടെ ബോധം പോവും. പിന്നീട് അവളെ പിടിച്ച് മരത്തിൽ കെട്ടിവെക്കും. മറ്റേ ആ പെണ്ണില്ലേ, ഓടി വന്ന പെണ്ണ്, അവളെ വിളിച്ച് എണീപ്പിക്കും. എണീര്, എന്താ പ്രശ്നം? നിങ്ങളും ഇവരുമായിട്ട് എന്താ ബന്ധം? ഇവര് നിങ്ങളെ കൊന്നുകളയും. സത്യം പറയാൻ ഞാൻ നിന്നെ വെറുതെ വിടാന്ന്. ആ പെണ്ണും അത് വിശ്വസിച്ച് സത്യം പറയാൻ തുടങ്ങും. ഇതിനെല്ലാം പിന്നിൽ രാജകുമാരിയാണ്. രാജകുമാരിക്കും പിന്നിൽ ഒരാളുണ്ട്. അത് ആരാന്ന് പറയണതിന് മുമ്പ് പിറകിന്ന് ഒരു അസാസിയും വന്ന് ആ പെൺകുട്ടീനെ കൊന്നുകളയും. മുടിയൻ ഇത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. മുടിയനെയും അസാസിൻ ആക്രമിക്കും. എന്നാൽ അവൻ ഒരുപാട് കലാരൂപങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ അവൻ പിടിച്ചു നിൽക്കും. മറ്റവന്റെ പിറകെ ഓടിയെങ്കിലും മുടിയൻ അവനെ കിട്ടിയിട്ടില്ല. ഇപ്പം വന്ന അസാസീൻ ഇല്ലേ, ഈ അസാസീൻ നേരെ പോയി അങ്കിളിന്റെ അടുത്ത് കാര്യം പറയും. ഈ അസാസീനും അങ്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ അസാസീനെ അയച്ചത് അങ്കിളാണ്. അടുത്ത സീനിൽ ഹീറോനെ സെക്രട്ടറിനെ കാണിക്കുകയാണ്. ഹീറോ ഈ ലേഡീനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ലേഡീനെ പിടിച്ചിവിടെ പൂട്ടി വെച്ചിട്ടുണ്ട്. തലയിൽ മറ്റേ തടിപ്പലയൊക്കെ വെച്ചിട്ടുണ്ട്. അടിച്ച് പരത്തിയിട്ടുണ്ട്. അവരോട് ചോദിക്കും, നിങ്ങൾക്ക് മാത്രം ഇതിൽ ബന്ധമുണ്ടോ അതോ രാജകുമാരിക്ക് ബന്ധമുണ്ടോ എന്ന്. എന്നാൽ അവര് കള്ളം പറയാണ്, എന്റെ രാജകുമാരിക്ക് ഇതിലൊരു ബന്ധമില്ല, എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ആ പയ്യനെ കൊല്ലാൻ നോക്കിയതാണെന്ന്. ഇതും പറഞ്ഞ് കരയാൻ തുടങ്ങും. രാജാവെ, എന്നെ വെറുതെ വിട്, രാജകുമാരിക്ക് ഒരു ബന്ധമില്ലാന്ന്. ഇത് കേൾക്കുമ്പോഴേ രാജാവിന് മനസ്സിലാവും രാജകുമാരിക്ക് എന്തോ ബന്ധമുണ്ടെന്ന്. അവൻ നേരെ നടന്ന് അത്രയും ദേഷ്യത്തോടെ രാജകുമാരിയെ ചെന്ന് കാണും. രാജകുമാരിയെ ചെന്ന് കണ്ട് അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. എന്നാൽ രാജകുമാരി അവനൊരു റെസ്പെക്ട് കൊടുക്കുന്നില്ല. പകരം നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ എവിഡൻസ് കണ്ടുപിടിച്ചിട്ട് എന്നെ അകത്താക്കിക്കോളാൻ പറയും. എവിഡൻസ് അല്ലേ? എവിഡൻസ്, ഞാനത് കണ്ടുപിടിച്ചിട്ട് നിന്നെ വന്ന് കണ്ടോളാന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിറ്റേന്ന് ഹീറോ അവന്റെ റൂമിൽ കിടക്കുകയാണ്. അവന് പനി മാറിയിട്ടില്ല. ഹീറോയിൻ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇന്നലെ ആ അടിയാളത്തിനെ പിടിക്കാൻ കാരണം ഹീറോയിനാണ് മുടിയനോട് പറഞ്ഞിട്ടുള്ളത്, ഈ കൊട്ടാരത്തിലുള്ള അടിയാളത്തികളെ ഒന്ന് കണ്ണു വെച്ചോളാൻ, അവരിൽ ചില ആൾക്കാർ മോശപ്പെട്ടവരുണ്ട്, നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് ഹീറോയിനോട് ചോദിക്കും. അപ്പൊ അവള് പറയും, അന്ന് കോമ്പറ്റീഷൻ നടന്ന ദിവസം ഇത് കണക്ക് എന്റെ കൂട്ടുകാരിനെ ആരും ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. രാജാവ് ചാടി എനിക്ക് ടെൻഷൻ കാരണം അന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചിട്ട്. അപ്പോഴായിരിക്കും അങ്ങോട്ട് വൈദ്യനും പിന്നെ ടേസ്റ്റ് നോക്കുന്ന ലേഡിയും കയറി വരുന്നത്. അവർ ആന്റിഡോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും പ്രിപ്പയർ ചെയ്തിട്ടാണ് കയറി വരുന്നത്. അതുകൊണ്ടൊന്ന് ഹീറോയ്ക്ക് ഒരു സ്പൂൺ കൊടുക്കും. ഒരു സ്പൂൺ കൊടുത്തിട്ട് ഒരു കിണ്ണി മൊത്തം അവൻ കുടിക്കും. അത് കുടിച്ചാലേ അവന്റെ പനി കുറയത്തുള്ളൂ. ഇത് കൊണ്ടൊന്ന് ആ പയ്യന് കൊടുത്താൽ മതി, അവന് സുഖപ്പെടും. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ടീംസും എല്ലാരും കൂടെ ആ പയ്യന് ഈ മരുന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ ആ പയ്യൻ കിടക്കുന്ന റൂമിൽ ചെല്ലും. അവിടെ തന്നെ മുത്തശ്ശി ഇരിപ്പുണ്ട് കേട്ടോ. ഹീറോയിനെ കണ്ട ഉടനെ ആ അമ്മയ്ക്ക് ദേഷ്യം വരും. ചേച്ചിക്ക് ഹീറോയിനെയും കൊണ്ടല്ലേ വന്നേക്കുന്നത്, അതും കൂടെ കൊണ്ടാണ് ദേഷ്യം വന്നേക്കുന്നത്. ഹീറോ മരുന്ന് കൊടുക്കാന്ന് പറയുമ്പോൾ അവരാദ്യം ഒന്ന് നിരസിക്കുമെങ്കിലും പിന്നെ സമ്മതിക്കും. മുത്തശ്ശി സമ്മതിപ്പിക്കും, ഇതൊരു ആന്റിഡോട്ടാന്ന് പറഞ്ഞിട്ട് ആ പയ്യന് ഇത് കോരി കൊടുക്കും. കുടിച്ച ഉടനെ ആ പയ്യന് കുറവുണ്ട്. എന്നാൽ വീണ്ടും ആ പയ്യൻ അസുഖം കൂടുകയാണ്. അവൻ ഛർദ്ദിച്ചിട്ട് ജെന്നി വന്നതുപോലെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. ഇത് കാണുന്ന ഹീറോയിന് മനസ്സിലാവും ആ പയ്യൻ ഒന്നും കഴിക്കാത്തത് കൊണ്ടാണ് ആ പയ്യന് വിറയിൽ വന്നത്. അവന്റെ ശരീരത്തിന് അത് ഏറ്റെടുക്കാനുള്ള കെൽപ്പില്ല. ആ മരുന്ന് ഏറ്റെടുക്കാനുള്ള കെൽപ്പ് അവന്റെ ശരീരത്തിനില്ല. കാരണം ഫുഡ് കിട്ടിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ഇത് ഹീറോയിൻ വൈദ്യനോട് ഇങ്ങനാണോ എന്ന് ചോദിക്കും. വൈദ്യനും ഇതാണ് കാരണമെന്ന് പറയും. എന്നാ പിന്നെ ഞാൻ പോയി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ നിൽക്കും. എന്നാൽ ആ
ചേച്ചി സമ്മതിക്കത്തില്ല. നീ എന്റെ മോനെ വീണ്ടും കൊല്ലാൻ നോക്കത്തില്ലെന്ന് എന്താണ് ഡൗട്ട് എന്ന് ചോദിക്കും. എന്നാൽ ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ വിഷമം വരുമെങ്കിലും ഹീറോ പറയും, നീ കണ്ടതല്ലേ ആ ലേഡി ഓടി പോകുന്നത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന്. എന്നിട്ട് നീ ഹീറോയിനെ വീണ്ടും കുറ്റം പറയുകയാണോ? ഇത് കേൾക്കുന്ന മുത്തശ്ശി ഹീറോയിനെ സപ്പോർട്ട് ചെയ്യും. അവൾ ഒന്നും ചെയ്തിട്ടില്ല, നീയും കണ്ടതല്ലേ ആ ലേഡി ഓടി പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള ലേഡികളും സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഹീറോയിൻ അടുക്കളയിൽ പോയി എല്ലാവരോടും കൂടെ പറയും, ഇങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു അടിപൊളി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ന്യൂട്രീഷണൽ ആയിട്ട് പനി പിടിച്ച് കിടക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. എനിക്കിവിടെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവരും ഉണ്ടാക്കാൻ തുടങ്ങും. എന്തോ സൂപ്പ് പോലത്തെ ഐറ്റമാണ്. ഈ സൂപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോഡി അബ്സോർബ് ചെയ്യും. പനി വന്നാൽ പെട്ടെന്ന് തന്നെ മാറും. അതുമല്ല, അതിനകത്ത് ഇൻഗ്രീഡിയന്റ് അലിഞ്ഞ് ചേരും. വെള്ളത്തിനകത്ത് ഫുള്ള് ചേരത്തില്ലേലും അത്യാവശ്യം ഒരു എഫിഷ്യൻസി കാണും. അപ്പൊ സൂപ്പ് കുടിക്കുന്നതായിരിക്കും നല്ലത്. ശരീരം അത്രയും പണി എടുക്കണ്ടല്ലോ പനി പിടിച്ച് കിടക്കുന്ന സ്റ്റേറ്റിൽ. ഹീറോയിനും കുക്കുകളും അതെല്ലാം ഉണ്ടാക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞ് ഹീറോയിൻ ഈ ഫുഡുമായിട്ട് നേരെ ആ പയ്യന്റെ റൂമിൽ വരും. അത് കൊണ്ടുവന്ന് ആ പയ്യന്റെ അമ്മയുടെ കൊടുക്കും. ആദ്യം ഇച്ചിരി പേടിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഓരോ സ്പൂൺ കഴിക്കുന്നതനുസരിച്ച് ആ പയ്യന്റെ സ്ഥിതി നേരെയായി വരാൻ തുടങ്ങി, സുഖപ്പെടാൻ തുടങ്ങി. അവസാനം കഴിച്ച് ആ പയ്യൻ പെട്ടെന്ന് തന്നെ ചാടി എണീക്കും. ജസ്റ്റ് അരമണിക്കൂറെങ്കിലും വേണ്ട ഇത് ദേഹത്ത് പിടിക്കാനായിട്ട്. ഇത് കഴിച്ചുടനെ എന്തോ മാന്ത്രിക ഭക്ഷണം പോലെ ചാടി എണീക്കും. എനിക്കറിയില്ല, എന്തായാലും ഞാൻ പഠിച്ചു വെച്ച് ഇത് കറക്റ്റ് അല്ല. ഈ മോൻ ചാടി എണീക്കുന്നത് കാണുമ്പോൾ അമ്മ മോനെ കെട്ടിപ്പിടിക്കുക, എന്റെ മോൻ തിരിച്ചു വന്നു എന്ന് ചോദിച്ചിട്ട്. എല്ലാവർക്കും നല്ല സന്തോഷമാവും ഇത് കാണുമ്പോഴേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിനും പുറത്തിറങ്ങി വരും. ഹീറോയിൻ പുറത്തിറങ്ങി നടന്നു പോകുമ്പോൾ അവൾക്ക് തലചുറ്റൽ അനുഭവപ്പെടും. തറയിൽ വീഴാൻ പോകും. രാജാവാണ് കയറി പെട്ടെന്ന് പിടിക്കുന്നത്. ഇതെന്താ സംഭവം, നിനക്ക് വയ്യെന്ന് രാജാവ് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതൊന്നുമില്ല, പെട്ടെന്നൊരു സ്ട്രെസ് റിലീഫ് ആയപ്പോൾ അങ്ങനെ തലകറക്കം അനുഭവപ്പെട്ടതാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ കുറച്ച് കഴിയുമ്പോൾ എന്നെ കാണാൻ വരുമോ? ഒരു സമയം പറഞ്ഞ് അവിടെ വരാൻ പറയും, ഒരു സ്ഥലത്തെ. അത് കഴിഞ്ഞ് രാജാവിന്റെ ആൾക്കാരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഹീറോയിന് മനസ്സിലാവത്തില്ല രാജാവ് എന്തിനാണ് കാണാൻ വിളിച്ചതെന്ന്. അവൾ വിചാരിക്കും ഇനി അവളുടെ ബുക്ക് കണ്ടുപിടിച്ചിട്ട് ആ ബുക്ക് കൊടുക്കാനായിട്ട് വിളിക്കുന്നതാണെന്ന്. ആ ബുക്കിനെ പറ്റി ആലോചിക്കുമ്പോൾ അവൾക്ക് വിഷമാവും. ഇവരെല്ലാം വിട്ട് പിരിയാൻ അവൾക്കിപ്പോ മനസ്സില്ല, പ്രത്യേകിച്ച് രാജാവിനെ വിട്ടിട്ട്. അവൾക്ക് രാജാവിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ അങ്കിളും അവരുടെ ടീംസും അവിടെ കൂടിയിട്ടുണ്ട്. അടുത്ത പ്ലാൻ ഇടുകയാണ്. രാജകുമാരിയെ വെച്ച് എന്തോ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് അവന്മാര്. എന്താണെന്ന് അറിയാൻ പാടില്ല, മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. രാത്രിയാകുമ്പോൾ രാജകുമാരി സ്വന്തം അടിയാളത്തിനെ കാണാനായിട്ട് ആ കൂട്ടിന്റെ അവിടെ ചെല്ലും. കൂടൊക്കെ തുറന്ന് അകത്ത് കയറും. ഒരു ബൗള് സൂപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അവർ ആർത്തിയോടെ അത്ര ടേസ്റ്റോടെ കഴിക്കും. ഭക്ഷണം കിട്ടത്തില്ലല്ലോ ഇവിടെ ഇങ്ങനെ കിടന്നാല്, ടോർച്ചർ ചെയ്യുമല്ലേ. മുഖത്തൊക്കെ ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവര് ചെയ്തതിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. രാജകുമാരിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിന്നെ ഇവിടെ നിന്ന് മോചിപ്പിക്കുമെന്ന് പറയും രാജകുമാരി. ഇത് കേൾക്കുന്ന അടിയാളത്തി ഇപ്പൊ തന്നെ മോചിപ്പിക്കുമെന്ന് ചോദിക്കും. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ മോചിപ്പിക്കാന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് ഈ അടിയാളത്തിയുടെ കഴുത്തിൽ ഒറ്റ കുത്താണ്. ഈ അടിയാളത്തിയെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട്. രാജകുമാരിക്ക് ഒരുപാട് വിഷമമുണ്ട്. സ്വന്തം കൂട്ടുകാരിയെ പോലെ കണ്ടൊരു പെൺകുട്ടിയാണ് ഇപ്പൊ കുത്തി കൊന്നേക്കുന്നത്. ഇത് ആരാ പറഞ്ഞെന്നറിയാലോ, അങ്കിളാണ് പറഞ്ഞത്. ഇവരെ കൊല്ലാതിരുന്ന ഇവർക്ക് എല്ലാവർക്കും പണി കിട്ടും, സത്യങ്ങൾ പുറത്തു വരും. ഇനിയും ടോർച്ചർ ചെയ്ത മനുഷ്യനാണ് സത്യങ്ങൾ വിളിച്ചു പറയും. അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്കിളാണ് ഇവരെ കൊല്ലാൻ പറഞ്ഞത്. രാജകുമാരിക്ക് കൊല്ലാൻ മനസ്സില്ലെങ്കിലും വന്ന് കൊന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിനെ കാത്ത് ഒരു സ്ഥലത്ത് നിപ്പുണ്ട്. അങ്ങോട്ട് തന്നെ ഹീറോ വരും. ഹീറോ പ്രത്യേകതരം ഒരു ഡ്രസ്സൊക്കെ ഇട്ട് മുഖംമൂടിയൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. ഹീറോയിനോട് പറയും, ഇത് ഞാൻ എന്റെ മുത്തശ്ശിക്ക് 70ാമത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന ഡാൻസ് ആണ്. ആദ്യം നീ തന്നെ കാണണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഡാൻസ് കാണാനായിട്ട്. ഹീറോയിനും കാണാമെന്ന് സമ്മതിക്കും. ഹീറോയിന്റെ ഡാൻസ് ഹീറോയിൻ കാണും. അതാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡാൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തോ ഉറക്കം വരുന്നത് പോലെ. ഹീറോയിൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കും. അവള് 2025 തന്നെയല്ലേ, എനിക്ക് അപ്പം ഡൗട്ട് അടിച്ച്. എന്തായാലും അവൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കും. അവൾ അവനെ പറ്റി ചിന്തിക്കുകയാണ്. അവന്റെ കൂടെ കഴിഞ്ഞ പഴയ കാലങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അവനെ കണ്ടതും അവനുമായിട്ട് പ്രശ്നമായതും അവനുമായിട്ട് ഇഷ്ടമായതും എല്ലാം ഓർമ്മിക്കുകയാണ്. അവൾ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ അവനെ മിസ് ചെയ്യോ എന്നുള്ളൊരു പേടി അവളുടെ മനസ്സിലുണ്ട്. അടുത്ത സീനില് അങ്കിളിനെ അവരുടെ കുറച്ച് കൂട്ടരെയും കാണിക്കുകയാണ്. ഈ അങ്കിളും അവരും കൂടെ ഒരു കൂട്ടിൽ ആരെയോ പിടിച്ചിട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ആ വീട്ടിന്റെ അകത്തോട്ട് വീണ്ടും കയറി പോവാണെങ്കിൽ അവിടെ നല്ല പ്രായമുള്ള ഒരു മുത്തശ്ശി ഇരിപ്പുണ്ട്. ആ മുത്തശ്ശിയെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക അങ്കിള്. ഈ മുത്തശ്ശിക്ക് ഹീറോന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് തോന്നുന്നു. ഇവരെ രാജകൊട്ടാരത്തിൽ എത്തിക്കുകയാണെങ്കിൽ രാജകൊട്ടാരം ഒരു ചോരക്കളം തന്നെ ആക്കും. രാജകൊട്ടാരത്തിലുള്ള ആൾക്കാർക്ക് അമ്മയുടെ മരണമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നം നടക്കുമ്പോൾ ഇവർക്ക് കയറി ഇടപെട്ട് രാജാവിനെ കൊന്നുകളയാം. അതാണ് അവരുടെ പ്ലാൻ. ഈ മുത്തശ്ശിയെ കൊണ്ടുപോയിട്ട് സത്യങ്ങൾ പുറത്ത് പറയുക. ഈ മുത്തശ്ശിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. ഒരു പാവേനെ കയ്യിൽ വെച്ച് കളിപ്പിക്കുകയാണ്. ഹീറോന്റെ മുത്തശ്ശിയാണ് കേട്ടോ ഇത്. ഏതോ കുടുംബത്തിലെ മുത്തശ്ശിയായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മുത്തശ്ശിയായിരിക്കും. എന്തോ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ വീണ്ടും ഹീറോയിനെയും കാണിക്കുകയാണ്. ഹീറോയിനോട് വന്നിട്ട് എന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഹീറോയിൻ കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു എന്ന് പറയും. ഹീറോ അവളോട് പറയും, എനിക്ക് നീ എന്നെ വിട്ട് പോകുന്നത് ഇഷ്ടമല്ല, നിനക്ക് പോവാതിരുന്നൂടെ. ഇത് കേൾക്കുന്ന ഹീറോയിൻ, നിങ്ങൾ വിശ്വസിച്ചോ ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഹീറോ പറയും, ഞാൻ വിശ്വസിച്ചു, കാരണം അന്ന് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഉണ്ടാക്കുന്ന ഓരോ ഫുഡിലും അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഫ്യൂച്ചറിൽ നിന്നാണ് വന്നതെന്ന്. എന്നിട്ടാണോ നിങ്ങൾ എന്നെ ഇത്രയും നേരം പറ്റിച്ചത്, ഇത്രയും നാൾ എന്നെ കളിപ്പാവാക്കിയെന്ന് ഹീറോയിൻ ചോദിക്കും. ഹീറോയിൻ
ചെറുതായിട്ട് പിണങ്ങും. ഈ പിണക്കം കാണുമ്പോൾ ഹീറോയിനോട് ചോദിക്കും, നിനക്ക് എന്റെ പങ്കാളിയാകാൻ പറ്റുമെന്ന്, എന്റെ പ്രിയതമാവാൻ പറ്റുമെന്ന്. ഇതും ചോദിച്ചിട്ട് ഹീറോയിന്റെ കയ്യിൽ ഒരു മോതിരം എടുത്തിട്ട് കൊടുക്കും. അന്നത്തെ കാലത്ത് വളരെയധികം വിലയുള്ള ഒരു മോതിരം. അതും എടുത്തിട്ട് കൊടുത്തിട്ട് ഹീറോയിനോട് പറയും, നീ എന്റെ പങ്കാളിയാവുകയാണെങ്കിൽ എല്ലാ രാവിലെയും ഞാൻ തന്നെ നിനക്ക് ചായ ഉണ്ടാക്കി തരുമെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആകെ സ്തംഭിച്ച് നിൽക്കും. ഈ സ്തംഭിച്ച് നിൽക്കുന്ന ഹീറോയിനെ ചേർത്ത് പിടിച്ചിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കും. അവളും സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് 10ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. ഈ എപ്പിസോഡ് നിങ്ങൾ എപ്പോഴാണ് കാണുകയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 23-ാം തീയതിയാണ്. നിങ്ങൾ എന്നായിരിക്കും ഇത് കേൾക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 23-നാണ്. അപ്പോൾ ഓക്കെ, ബൈ.